കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മളുടെ അടുത്ത് രക്ഷിതാക്കൾ വരുന്നതിൻ്റെ ഒരു കാരണം കുഞ്ഞിന് ശരിക്കും രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ വാ തുറന്നാണ് ഉറങ്ങുന്നത്. ആദ്യം വാ തുറന്ന് മാത്രം ഉറങ്ങുന്ന സമയത്ത് ആരും അത്ര അധികം ശ്രദ്ധിക്കാറില്ല. അത് വായിക്കൂടെ ശ്വാസം കയറുന്നുണ്ടാവും, അതൊരു ഹാബിറ്റാവും, അങ്ങനെ അങ്ങ് വിട്ടുപോകാറുണ്ട്. അതിൻ്റെ കൂടെ ചെറിയൊരു കൂർക്കം വലിയുടെ ഒരു പ്രശ്നവും കൂടെ വരും. അപ്പോഴും പലരും പറയുന്നത് വെച്ചാൽ അച്ഛനുണ്ട് കൂർക്കം വലി, വീട്ടിലെല്ലാവർക്കും ഉണ്ട്, ഇങ്ങനെയാണ് എല്ലാവരും കാരണമായിട്ട് പറയാറ്. അത് കഴിഞ്ഞ് അത് കുറച്ചും കൂടെ കൂടുതൽ ലെവലിലേക്ക് വരും. എന്ന് വെച്ചാൽ കുഞ്ഞിന് രാത്രിയിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. കുഞ്ഞിൻ്റെ ചില പൊസിഷനുകളിൽ മാത്രമേ അവൻ ഉറങ്ങുള്ളൂ. ഇപ്പോൾ തല കുറച്ച് പൊക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് തല വെക്കുക. ചിലപ്പോൾ രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് പെട്ടെന്ന് ചാടി എണീറ്റ് കരയാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. ഇങ്ങനെയൊക്കെയുള്ളത് വരുമ്പോഴാണ് കൂടുതലും ആദ്യം കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നത് കുട്ടികളുടെ ഡോക്ടർ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവരാണ് നമ്മളുടെ അടുത്തേക്ക് വിടുകയും അങ്ങനെ നമ്മൾ നോക്കുക. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് മൂക്കിന് പുറകിലൊരു ദശയുണ്ട്, അഡിനോയിഡ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ വായുടെ ഉള്ളിൽ രണ്ട് സൈഡിലും നമുക്ക് ടോൺസിൽസ് എല്ലാവർക്കും അറിയാമല്ലോ, ടോൺസിലൈറ്റിസ് ഒക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. ഈ രണ്ട് വശത്തുമുള്ള ടോൺസിൽ പോലെ തന്നെ ഉള്ള ഒരു ഗ്രന്ഥി മൂക്കിൻ്റെ പുറയിലുണ്ട്, അഡിനോയിഡ് എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഉണ്ടത്. ഒരു 6 മാസം മുതലൊക്കെ തന്നെ ഇതിൻ്റെ ഗ്രോത്ത് തുടങ്ങും. കൂടുതലായിട്ട് ഒരു 2 വയസ്സായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഗ്രോത്ത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ കൂടുതൽ ഇൻഫെക്ഷൻ പ്രോണൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ കുറച്ചുകൂടെ ഒരു 6 മാസം മുതൽ തന്നെ പല കുഞ്ഞുങ്ങളിലും അഡിനോയിഡിൻ്റെ ഗ്ലാൻഡിൻ്റെ വളർച്ച തുടങ്ങുന്നത് കാണുന്നുണ്ട്. അത് നന്നായിട്ട് വളരും. അത് ഒരു പ്രത്യേകിച്ചൊരു അലർജിയോ അങ്ങനെ കൂടുതൽ ഇമ്മ്യൂണിറ്റി പ്രശ്നമോ ഒന്നുമില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ അഡിനോയിഡ് ഒരു 7-8 വയസ്സ് വരെയൊക്കെ അതിൻ്റെ വലിപ്പം കൂടിയിട്ട് ഒരു 10-15 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് സ്വയം ചുരുങ്ങും. ഇങ്ങനെയാണ് അഡിനോയിഡിൻ്റെ ഒരു നോർമലായിട്ടുള്ള വളർച്ച ഉണ്ടാവുക. പക്ഷേ ചില സമയത്ത് ഇപ്പം നമുക്ക് കൂടുതലായിട്ട് അലർജിയൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഈ അഡിനോയിഡ് കൂടുതലായി വളരും. എന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിനകത്തു നിന്നും എയർ കയറി അത് പുറകിലൊരു സ്പേസ് ഉണ്ട്, മൂക്കിൻ്റെ പുറകിലൊരു സ്ഥലമുണ്ട്, നേസോഫാരിങ്സ് എന്ന് പറഞ്ഞു, അങ്ങോട്ടേക്കാണ് എയർ എത്തുക. അതൊരു കോമൺ സ്പേസ് ആണ്. മൂക്കിന് 2 ഹോളിൽ കൂടെയും പുറകിൽ നേസോഫാരിങ്സിലേക്ക് എയർ വരും. അവിടുന്ന് താഴെ വായിലേക്ക് പോവാം. ഈ നേസോഫാരിങ്സിലാണ് അഡിനോയിഡ് ഉണ്ടാവുക. മുകളിൽ നിന്നുമാണ് ആ ഗ്ലാൻഡ് ഉണ്ടാവുക. അപ്പോൾ പകലിരിക്കുമ്പം അത് കുറച്ചും കൂടെ ഒക്കെ നമുക്ക് സ്പേസ് ഒക്കെ ഉണ്ടാവും, കുറച്ചും കൂടെ എയറൊക്കെ കയറും. പക്ഷെ രാത്രി കിടന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് വന്നങ്ങ് അടയും. ഇത് നല്ലവണ്ണം ഗ്രോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് അതിൻ്റെ ആ ഒരു സ്പേസിൻ്റെ പകുതിയിൽ താഴെയൊക്കെ വളർന്നിട്ടുള്ളെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. അതിൽ ഏകദേശം ഒരു 3/4 ഭാഗത്തോളമൊക്കെ വളർന്നു വരുന്ന അഡിനോയിഡ് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് മൂക്കിൽ കൂടെ എയർ കയറില്ല. മൂക്കിൽ കൂടെ എയർ കയറുക എന്ന് വെച്ചാൽ നമുക്ക് അത് മൂക്കിനകത്ത് കുറച്ച് ഫിൽറ്ററിങ് പ്രോസസ്സൊക്കെ നടന്നിട്ടാണ് ഈ എയർ മൂക്കിൻ്റെ പുറയിലെത്തുക. അപ്പോൾ കുറേ ജേംസും ബാക്ടീരിയ ഒക്കെ അവിടെ തന്നെ പിടിച്ചു വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞ് മൂക്കിൻ്റെ ഉള്ളിലെത്തി നമ്മുടെ നോർമൽ ബ്രീത്തിങ്ങിനകത്ത് നമുക്ക് പല ലെവലിലും ഉണ്ട് എയറിനെ ഫിൽറ്റർ ചെയ്യാനുള്ള പ്രോസസ്സ്. പക്ഷെ ആ മൂക്കിൽ കൂടെ എയറേ കയറാതെ വരുമ്പോൾ അത് വാ തുറന്നിട്ടാണ് എയർ മൂക്കിലെ വായ തുറന്നിട്ടാണ് ശ്വാസം വിടുക. അപ്പോൾ വായിൽ കൂടെ കയറുമ്പോൾ കൂടുതലായിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ജേംസ് ബാക്ടീരിയ ഒക്കെ കൂടുതലായിട്ട് കയറുകയും അങ്ങനെ കൂടുതലായിട്ട് ഇൻഫെക്ഷൻ വരും. ടോൺസിലൈറ്റിസും കൂടുതലായി വരും ഈ വാ തുറന്ന് തന്നെ ഉറങ്ങുന്നതുകൊണ്ട്. അങ്ങനെ ഇൻഫെക്ഷൻസ് കൂടുതൽ എപ്പോഴും ഹോസ്പിറ്റൽ വിസിറ്റ്സ് കൂടും. പനിയായിട്ടും ചുമയായിട്ടും അങ്ങനെ സ്ഥിരമായിട്ട് സ്കൂളൊക്കെ മുടങ്ങും, ഹോസ്പിറ്റലിൽ പോകും. അതൊന്ന്. പിന്നെ ഒരു കാരണം ഞാൻ മുമ്പേ ചെവിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ചെവിയുടെ മധ്യകർണത്തിൽ കഫം കളക്ട് ചെയ്ത് നിൽക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ചെവിയിൽ പഴുപ്പാവും. അതിൻ്റെ ഒരു കാരണം ഈ ഒരു അഡിനോയിഡാണ്. മൂക്കടപ്പ് ഉണ്ടായിട്ട് ആ യൂസ്റ്റേഷൻ ട്യൂബിൻ്റെ ഓപ്പണിങ്, മൂക്കിനകത്തൊരു ഓപ്പണിംഗ് ഉണ്ട് യൂസ്റ്റേഷൻ ട്യൂബിന്. മൂക്കിൻ്റെ അകം എന്ന് വെച്ചാൽ മൂക്കിൻ്റെ പുറകുവശം നേസോഫാരിങ്സ് എന്ന് പറയുന്ന സ്പേസിലേക്കാണ് ഒരു ഓപ്പണിംഗ്. മറ്റൊരു ഓപ്പണിംഗ് ആണ് ചെവിയുടെ പാടയുടെ പുറയിലേക്ക് തുറക്കുന്നത്. ഈ നേസോഫാരിങ്സിലുള്ള ഓപ്പണിങ്ങിൻ്റെ അവിടെ തന്നെയാണ് ഈ അഡിനോയിഡ് വളർന്നു വരുന്നത്. അപ്പോൾ ഈ അഡിനോയിഡ് വളർന്നു വന്ന് ആ ഓപ്പണിങ്ങിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ചെവിയിലുണ്ടാവും. മൂക്കടപ്പ് കാരണം തന്നെ ഈ ചെവിയിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ചിലർ നമ്മളുടെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഈ പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. ചെവിയിൽ നിന്ന് സ്ഥിരമായിട്ട് പഴുപ്പ് വരുമോ, അല്ലെങ്കിൽ ചെവിക്ക് എന്തെങ്കിലും ചെവി അടഞ്ഞിരിക്കുക, വേദന വരിക, ഈ കാരണങ്ങളോടാണ് ചിലപ്പം വരിക. പിന്നെ ഈ അഡിനോയിഡ് അവിടെ ഉണ്ടായാലുള്ള മറ്റൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് മൂക്കിൽ കൂടെ ശ്വാസം കയറില്ലല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് വായിൽ കൂടെ കയറാൻ വേണ്ടിയിട്ട് വായുടെ ആ ഭാഗത്ത് കുറച്ചും കൂടെ സ്പേസ് ഉണ്ടാവാൻ ശ്രമിക്കും. സോ നമ്മുടെ ഒരു 4-5 വയസ്സ് ആ ഒരു സമയത്തൊക്കെയാണ് ഈ മുഖത്തിൻ്റെ എല്ലുകളൊക്കെ കുറച്ച് വളരുന്ന ടൈം. അപ്പോൾ ആ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് പല്ല് കുറച്ച് പൊങ്ങും, നമ്മുടെ മേൽചുണ്ട് കുറച്ചിങ്ങനെ മുകളിലോട്ടാവും.
അങ്ങനെ വാ എപ്പോഴും തുറന്ന് തന്നെയായിരിക്കും കുട്ടി ഇരിക്കുക. പിന്നെ ഈ നമ്മുടെ രണ്ട് കണ്ണിൻ്റെയും നടുവിലുള്ള സ്ഥലം, അവിടെയാണ് പുറയിൽ അഡിനോയിഡ്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ വീതി കൂടും. അങ്ങനെ കുഞ്ഞിൻ്റെ മുഖത്ത് നല്ല ചേഞ്ചസ് വരും. അങ്ങനെ മുഖം മാറുമ്പോഴായിരിക്കും ചിലരെന്ന് വെച്ചാൽ ഈ പല്ല് പൊങ്ങി വരുമ്പോൾ ഡെൻറ്റിസ്റ്റിനെ കാണിക്കുമ്പോൾ അവരാണ് പലപ്പോഴും പറയുക ഇത് മൂക്കടപ്പ് കൊണ്ടായിരിക്കും എന്നുള്ളത്. പലർക്കും ഇതിൻ്റെ കാരണം മൂക്കടപ്പാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അന്നേരമാണ് അവർ നമ്മുടെ അടുത്ത് വരികയും അന്നേരം നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ 2 രീതിയാണ് അഡിനോയിഡ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാനുള്ള വഴി. ഒന്ന് എക്സ്റേ എടുത്ത് നോക്കുക, മൂക്കിൻ്റെ പുറം ഭാഗത്തിൻ്റെ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അവിടെ നമുക്ക് ആ അഡിനോയിഡ് കാണാൻ പറ്റും. പിന്നെ ഒന്നെന്ന് പറയുന്നത് എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും അഡിനോയിഡ് എന്തോരം വളർന്നിട്ടുണ്ട്, അത് മൂക്കിൻ്റെ പുറയിലത്തെ സ്പേസ് എന്തോരം ഒബ്സ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ 2 വഴികൾ വഴി അഡിനോയിഡ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു മുഖത്തിൻ്റെ ചേഞ്ചസ് വരുമ്പോഴായിരിക്കും പലരും ഈ അഡിനോയിഡും കൊണ്ട് ഉണ്ടെന്ന് അറിഞ്ഞ് നമ്മളുടെ അടുത്ത് വരിക. അപ്പോൾ അന്നേരം നമ്മൾ അഡിനോയിഡ് നമുക്ക് ചികിത്സിച്ച് നമുക്കതിൻ്റെ സൈസ് കുറച്ചാൽ പോലും അന്നേരം ഈ മുഖത്തിൻ്റെ മാറ്റങ്ങളൊന്നും മാറില്ല. അപ്പോൾ ശരിക്കും അഡിനോയിഡ് എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് ശരിയാക്കാവുന്ന ഒന്നാണ്. ആദ്യം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക നെയ്സൽ സ്പ്രേ ആണ്, മൂക്കിലടിക്കുന്ന സ്പ്രേ കൊടുക്കും. അത് സ്റ്റിറോയിഡ് നെയ്സൽ സ്പ്രേ ആണ്. പക്ഷേ സ്റ്റിറോയിഡിൻ്റെതായിട്ടുള്ള വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു സ്പ്രേ അല്ല. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സ്പ്രേ ആണ് ആദ്യം നമ്മൾ കൊടുക്കുക. മെഡിക്കലി നമുക്ക് അഡിനോയിഡ് ട്രീറ്റ് ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത് ഈ നെയ്സൽ സ്പ്രേ ആണ്. ആദ്യം 1 മാസം ഞങ്ങളൊന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ചില കുഞ്ഞുങ്ങൾക്ക് നല്ല റെസ്പോൺസ് ഉണ്ടാവും. 1 മാസം കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒന്നും കൂടെ ഒരു എക്സ്റേയോ എൻഡോസ്കോപ്പിയോ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു 2-3 മാസമോ കൊടുത്ത് നിർത്തും. അങ്ങനെയാണ് ചെയ്യാറ്. ചില കുഞ്ഞുങ്ങൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ ഈ 1 മാസം അഡിനോയിഡ് കൊടുത്ത് നോക്കിയാലും സ്പ്രേ കൊടുത്ത് നോക്കിയാലും 2 മാസം കൊടുത്താലും ഒരു ഡിഫറൻസും ഉണ്ടാവില്ല. അപ്പോൾ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ അഡിനോയിഡ് ഇത്രയും സൈസുമായിട്ട് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. അപ്പോൾ നമുക്കത് സർജറി ചെയ്ത് തന്നെ അത് റിമൂവ് ചെയ്യണം. അപ്പോൾ ആ സർജറി എന്നുള്ള പേടി കൊണ്ട് തന്നെ പലരും അതിൻ്റെ ചികിത്സ എടുക്കാതിരിക്കാറുണ്ട്. അങ്ങനെ ഒരു പേടിക്കേണ്ട ഒരു സർജറി ഒന്നും അല്ല. അത് ഒരു ഡേ കെയർ പോലെ തന്നെ നമ്മൾ വേണേൽ രാവിലെ വന്ന് അല്ലെങ്കിൽ തലേദിവസം വന്ന് ചെയ്ത് അന്ന് തന്നെ സർജറിയുടെ അന്ന് തന്നെ പോകാവുന്ന ഒരു ഓപ്പറേഷൻ തന്നെയാണ്. അതിന് പലരും ചോദിക്കുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ നമ്മൾ മൂക്കിൻ്റെ അവിടെ തുറന്നിട്ടാണോ അല്ലെങ്കിൽ അവിടെ മുറിവുണ്ടാവുമോ, ഇതൊക്കെയാണ്. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ ആ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ നമ്മൾ തുറന്നിട്ടുള്ള സ്റ്റിച്ച് ഇടുന്ന പോലത്തെ അങ്ങനത്തെ ഓപ്പറേഷനൊക്കെ ആണോ എന്ന് പേടിച്ചിട്ട് തന്നെ കുറേ പേര് ചെയ്യാതിരിക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ എൻഡോസ്കോപ്പിക്കൽ തന്നെയാണ് ചെയ്യുന്നത്. മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് ചെയ്യുക. വേറെ പുറത്തൊന്നും ഒരു പാടോ ഒന്നും ഇല്ലാത്ത ഒരു ഓപ്പറേഷൻ തന്നെയാണ് അഡിനോയിഡ്. അപ്പോൾ അഡിനോയിഡ് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻ വരുന്നു എന്ന് കണ്ടാൽ, എന്ന് വെച്ചാൽ മുഖത്തിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ കുഞ്ഞ് ഫുഡ് കഴിക്കാൻ ഭയങ്കരമായിട്ട് മടിക്കും. കാരണം ഈ മൂക്ക് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വായിക്കൂടെ നമ്മൾ ആഹാരത്തിന് വേണ്ടി അടച്ചു കഴിഞ്ഞാൽ ശ്വാസം കയറില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ ഫുഡേ വേണ്ടാന്ന് വയ്ക്കും. അപ്പോൾ അങ്ങനെ അവരുടെ ശരീരം ക്ഷീണിക്കാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനത്തെ ഫുഡ് കഴിക്കാതിരിക്കുക, രാത്രിയിലെ ഉറക്കം ശരിയാവാതിരിക്കുക, പഠനമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും കാരണം ഉറക്കം ശരിയാവാത്തതുകൊണ്ട്. ഇങ്ങനെയുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് പോലെ അഡിനോയിഡിന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് വന്നാലും അത് വെച്ചുകൊണ്ടിരിക്കരുത്, അതിൻ്റെ ചികിത്സ എടുക്കണം. പിന്നെ ഒരു കാരണമുള്ളത് ഈ മൂക്കിൽ നിന്ന് ചിലപ്പോൾ ബ്ലഡ് വരും ചെറുതായിട്ട്. അതങ്ങനെ വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. കുഞ്ഞുങ്ങൾക്കെന്ന് വെച്ചാൽ ഈ മൂക്കിൻ്റെ പാലത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് വശം, താഴ്വശം, ഞങ്ങൾ ലിറ്റിൽസ് ഏരിയ എന്നാണ് ആ ഭാഗത്തിന് പറയുന്നത്. അവിടെ വെച്ചാൽ രക്തക്കുഴലുകൾ ഭയങ്കര പുറത്ത് കാണാവുന്ന പോലെയാണ്, ചെറിയ രക്തക്കുഴലാണ്. അപ്പോൾ അവിടെ ഈ നമ്മുടെ നഖം കൊണ്ടൊക്കെ ചെറിയ പോറൽ വന്നു കഴിഞ്ഞാൽ വല്ലപ്പോഴും ചെറുതായിട്ടൊക്കെ ബ്ലഡ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ തന്നെ ചെറിയതായിട്ടൊരു പൊട്ടലൊക്കെ കാണുവാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഓയിൻമെൻറ്റ് തേക്കാനും അങ്ങനെ പേടിക്കേണ്ടെന്ന് പറഞ്ഞ് വീട് തന്നെ നമ്മൾ ചെയ്യുക. അതൊരു പേടിക്കേണ്ട കാര്യമല്ല. സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്ലഡിനകത്തെ കുറച്ച് ബ്ലീഡിങ്ങിൻ്റെ ടെസ്റ്റുകൾ മാത്രം ഒന്ന് ചെയ്തിട്ട് അതിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അത് പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ മൂക്കിലെയും ചെവിയിലും വരുന്ന സാധാരണ അസുഖങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് തൊണ്ടയിൽ വരുന്ന അസുഖങ്ങളാണ്. അത് നിങ്ങൾക്ക് മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും.